നമസ്കാരം. യാക്കോബായ സഭ മെട്രോപൊളിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. നമസ്കാരം തിരുമേനി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് സഭയുടെ ഒരു രാഷ്ട്രീയ നിലപാട്? സഭ വലിയ പ്രതിസന്ധിയിലാണ്. അതിന് പരിഹാരങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. സഭയ്ക്ക് സഹായങ്ങൾ ഓരോ ഘട്ടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. സഭയെ സഹായിക്കുന്നവരെ തിരികെ സഹായിക്കുക എന്നുള്ളത് സഭയുടെ ഒരു ഔദ്യോഗിക നിലപാടാണ്. ആ നിലപാട് തന്നെ തുടരുന്നു. സഭയെ സഹായിച്ചതാരാണ്? അത് ജനങ്ങൾക്കറിയാം, വിശ്വാസികൾക്കത് അറിയാം. അതല്ലാതെ അതിലപ്പുറത്തേക്ക് ഒരു കമന്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എന്നാലും ഞാൻ ചോദിച്ചോട്ടെ, സംസ്ഥാന സർക്കാർ പ്രശ്ന സഭാതർക്കം പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ സർക്കാർ വഞ്ചിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. സർക്കാർ അതിന്റെ സമയമെടുത്തു. നിയമനിർമ്മാണം നടത്താനുള്ള അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നിയമനിർമ്മാണമല്ലാതെ രണ്ടു കൂട്ടരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തി. ഒത്തിരി ചർച്ചകൾ നടന്നു. സെമിത്തേരി ബില്ല് കൊണ്ടുവന്നു. അതിൽ ചില ന്യൂനതകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അതെല്ലാം പരിഹരിക്കാനും നീതി നിഷേധിക്കപ്പെട്ട ഒരു സഭയാണ് എന്നുള്ളതായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു കേരളം ഒരു സ്റ്റേറ്റിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് താമസം വരുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങളുണ്ട്, ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. പക്ഷേ അത് നടപ്പാകുമെന്നുള്ള വിശ്വാസം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഈ സഭാതർക്കം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ ഒരു പ്രാവശ്യം ചർച്ച ചെയ്തു, ഡീറ്റെയിലായിട്ട് ചർച്ച ചെയ്തു. രണ്ടു വിഭാഗമായിട്ട് ചർച്ച ചെയ്തു. പിന്നീട് അതിന്റെ ഒരു ഡെവലപ്മെന്റ്സ് പിന്നീട് ഉണ്ടായിട്ടില്ല. തുറന്ന മനസ്സാണ് അവർക്കും തീർക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു കാര്യം ചോദിക്കാനുള്ളൂ. ചാലക്കുടിയിലെ കാൻഡിഡേറ്റ് UDF കാൻഡിഡേറ്റ് സഭാംഗമാണ് പെന്നിൻ ബെഹനാൻ. അപ്പോൾ ചാലക്കുടിയിൽ എന്താണ് സഭ എടുക്കാൻ പോകുന്ന ഒരു നിലപാട്? അങ്ങനെ ഒരു നിലപാട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ അല്ലെങ്കിൽ ഏതൊരു കാൻഡിഡേറ്റിനെ കുറിച്ചോ ഒന്നും സഭ പറയില്ല. അത് വിശ്വാസികൾക്കറിയാം. അവര് തീരുമാനിക്കട്ടെ. സ്വാഭാവികമായിട്ടും വോട്ടവകാശം ഓരോ പൌരന്റെയും സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യത്തിൽ കൈകടത്തുന്നത് ശരിയല്ല. പക്ഷെ സഭയുടെ അപ്രിഹെൻഷൻസ്, സഭയുടെ ആവശ്യങ്ങൾ, സഭയ്ക്ക് കിട്ടേണ്ട നീതി, അതേക്കുറിച്ചൊക്കെ സഭയും ബോധവതിയാകണമെന്ന് മാത്രമേ ഞങ്ങൾ സഭാ നേതൃത്വം ആഗ്രഹിക്കുന്നുള്ളൂ. അതിലപ്പുറത്തേക്കുള്ള ഒരു ആഹ്വാനമൊന്നും ഇന്നത്തെ ഘട്ടത്തിൽ സഭ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പല സംസ്ഥാനങ്ങളിലും BJP ക്രൈസ്തവ സഭകളോട് വിമുഖത കാണിക്കുന്ന നിലപാട് കാട്ടിയിട്ടുണ്ട്, സഭകളോട് എതിർപ്പ് കാട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണ് തിരുമേനി മനസ്സിലാക്കുന്നിടത്തോളം? കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്. അത് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. പല ഇടങ്ങളിലുമുള്ള ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അത് പ്രൈം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, പാർട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള മെഷേഴ്സ് എടുക്കുമെന്ന് തന്നെയാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അങ്ങനത്തെ ഒരു തീരുമാനത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. ഒരു മൈനോറിറ്റി എന്നുള്ള നിലയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അതിലൂടെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രൊട്ടക്ഷൻ ലഭിക്കുക. അതിന് വിപരീതമായിട്ട് അതിനപ്പുറമായിട്ടോ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരിക്കലും ഗുണപരമായിരിക്കില്ല. ഇത്രയും വലിയ ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്നുള്ള നിലയിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അത് തന്നെ വേണമെന്നാണ് നമ്മളൊക്കെ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ എന്നോട് കുറച്ചു മുമ്പേ പറഞ്ഞു, കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സഭയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കാലാകാലങ്ങളായി ചർച്ച ചെയ്ത് വന്നതുമാണ്. പിന്നെ ഏതെങ്കിലും ഒരു സർക്കാർ ഇക്കാര്യത്തിൽ അത്ര കണ്ടങ്ങ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടോ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? ഇത് രണ്ട് വിഭാഗത്തും ആളുകളുണ്ട്. നീതി നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്. മറുവിഭാഗത്തിന് അന്നേരം നിയമത്തിന്റെ പിൻബലമുണ്ട്. അപ്പോൾ നിയമത്തിന്റെ പിൻബലമുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് വിഭാഗത്തെയും പിണക്കാതെ ഒരു പരിഹാരത്തിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും തുടരുക എന്നുള്ളതാണ്. കോടതിയിലൂടെ ഒരു പരിഹാരം അപ്രാപ്യമാണ്
എന്നറിയാം. പിന്നെ അവിടെ കോടതിയും പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങളില്ല, അത് ചെയ്യാനുള്ള സമയവും കൊടുത്തിട്ടുണ്ട്. ആ സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ദോഷമില്ലാതെ, ഒരു വിഭാഗം ആർക്കും ദോഷമില്ലാതെ ഇതിനൊരു പരിഹാരം, അതിന്റെ ഒരു ഫോർമുലയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് വരുമ്പം രണ്ട് വിഭാഗത്തിനും ദോഷമുണ്ടാകാതെ തീർക്കാൻ പറ്റും. ഈ തർക്കങ്ങൾ അവസാനിക്കും. രണ്ട് വിഭാഗത്തിനും ഒരു സഹോദരി സഭകളെ പോലെ വഴക്കും വ്യവഹാരമില്ലാതെ ജീവിക്കാൻ സാധിക്കും. ഇതിലേക്ക് കൊണ്ടുവരാനാണ് എല്ലാ ശ്രമവും. അത് ഇനിയും വൈകിക്കൂടാ എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോഴേ താമസിച്ചു. അത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ നമ്മൾക്കറിയാവുള്ളൂ. താങ്ക് യു.